കോഴിക്കോട് താമരശ്ശേരിയിലേക്ക് അവിടെ ഈ ഫ്രഷ് കട്ട് സമരവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ നടപടികൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പ്രദേശത്ത് നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇതുവരെ 9 പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അതേസമയം സ്ത്രീകൾ മാത്രമുള്ള വീടുകളിൽ പോലീസ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതായും പരാതി ഉയരുന്നുണ്ട്. മണിക്കൂറുകൾ ഇടവിട്ട് പോലീസ് അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ എത്തുന്ന വിവിധ സ്റ്റേഷനുകളിലെ പോലീസ് സംഘം അർദ്ധരാത്രിയിലും പുലർച്ചെയും വരെയൊക്കെ പ്രതികളെ ചോദിച്ച് എത്തുന്നതായി കുടുംബങ്ങൾ പറയുന്നുണ്ട്. മഞ്ചേരി സ്വദേശി പിടിയിലായ കാര്യത്തിലും ഇപ്പോഴും അവ്യക്തതയും ദുരൂഹതയും തുടരുകയാണ്. രാവിലെ വന്ന് നമ്മൾ ഡീറ്റെയിൽസ് ചോദിക്കുക ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ പല സ്റ്റേഷനിലുള്ള പോലീസുകാരെ വരുന്നത്. കട്ടിലിൻ്റെ അടി, സ്റ്റോർ റൂം, ബാത്റൂം ഇതൊക്കെ ഒരു തുറന്നു നോക്കുക. പകൽ വരുന്നവരോട് ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, രാത്രി നിങ്ങളാണോ വരുന്നത്? അപ്പോൾ അവർ പറയുന്നത് എല്ലാവരും വരും, നിങ്ങൾ ആൾക്കാർ കീഴടങ്ങുന്നത് വരെ എല്ലാവരും വരും. ഞങ്ങൾ എല്ലാ ടൈമിലും വരും. മക്കൾ പറഞ്ഞ് ഞങ്ങൾക്ക് പേടിയാണ്ട് ഉമ്മച്ചി സുഖമില്ലാത്തതാണ്, ചെറിയ മക്കളുണ്ട്, അതൊന്നും ഒരു സമ്മതിക്കില്ല. എല്ലാ ടൈമിലും ഒരു വരും. ചെറിയ മക്കളോട് ഫോട്ടോ കാണിച്ചിട്ട് പോലീസ് ചോദിക്കണം, ഇതാരാണ്, നിനക്കറിയോ എന്ന് ചോദിച്ച് കുഞ്ഞുങ്ങളായിട്ട് ഇപ്പോൾ റോട്ടിലിറങ്ങാത്ത അവസ്ഥയായി. ഇപ്പം എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ 350ഓളം കുടുംബങ്ങൾ പട്ടിണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീടുകളിലൊന്നും ആൾക്കാരില്ല, എല്ലാവരും പല വഴിക്കായിട്ട് പോയി. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പെണ്ണുങ്ങളും കുട്ടികളും മാത്രമേ ഉള്ളൂ. ആര് പോയി വിളിച്ചാലും അവർ വാതിൽ തുറക്കൂല, കാരണം പേടിച്ചെല്ലാം അകത്തിരിക്കുകയാണ്. ഇപ്പോൾ ഓരോരുത്തർക്കും വാങ്ങി തന്നെ ഞങ്ങൾ സെറ്റാക്കി കൊണ്ടു കൊടുക്കുകയാണ്. ഇപ്പോൾ കൊണ്ടു കൊടുക്കാൻ ഈ വയസ്സായ ഞങ്ങൾ തന്നെ കൊണ്ടു കൊടുക്കാനുള്ളൂ. ചെറുപ്പക്കാരും ഇല്ല ഈ സ്ഥലത്ത്, ഇവിടെ ഒന്നുമില്ല. പോലീസിന്റെ പേടി കൊണ്ട് ആര് പോയി വാതിൽ ഇപ്പോൾ തുറന്നാൽ തന്നെ അയൽവക്കത്തുള്ള ആൾക്കാർ പോയാൽ തന്നെ അവർ വാതിൽ തുറക്കൂല പേടിച്ചിട്ട്. ഈ നന്ദഗോപാൽ വിശദാംശങ്ങളുമായി ചേരുന്നു. നന്ദു, താമരശ്ശേരിയിൽ സാഹചര്യം വളരെ മോശമാണ് എന്ന് നമുക്ക് അവരുടെ പ്രതികളിൽ നിന്ന് ഇങ്ങനെ വ്യക്തമാണ്. ഇപ്പോൾ സമരസമിതി ചെയർമാൻ അടക്കമുള്ളവർ നിലവിൽ ഒളിവിലാണ്. അവരെ കിട്ടുന്നത് വരെ പോലീസ് അവിടെ കയറി ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് ആ കുടുംബത്തിന് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, അതാണ് അവർ പറയുന്നത്. ഈ ആളുകളാണെങ്കിൽ കീഴടങ്ങാനും ഒരുക്കമല്ല അല്ലേ? എന്താണിപ്പോൾ അവിടുത്തെ ഒരു കണ്ടീഷൻ? അതായത് പോലീസിന്റെ നടപടികൾ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഇന്നിപ്പോൾ 3 പേരെ കൂടെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. താമരശ്ശേരി കുടിക്കൽ സ്വദേശി ഷബാദ്, ഒറ്റപ്പിലാക്കിൽ മുഹമ്മദ് ബഷീർ, ഒപ്പം തന്നെ കരിമ്പാലംകുന്ന് ജിതിൻ വിനോദ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അങ്ങനെ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇപ്പോൾ 9 പേരുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ കേട്ടതുപോലെ സ്ത്രീകളുടെ ഉൾപ്പെടെ വാക്കുകൾ കേട്ടതാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന നടപടികളാണ് അവിടെ ഉണ്ടാകുന്നത് എന്ന പ്രദേശവാസികൾ തന്നെ പറയുന്നു. രാത്രിയിൽ ഉൾപ്പെടെ അവർ വീടുകളിലേക്ക് എത്തി ഈ സമരത്തിൽ പങ്കെടുത്തവരെ അന്വേഷിക്കുകയാണ്. കുട്ടികളുമായി റോഡിലേക്ക് ഇറങ്ങിയാൽ അവരോടും ഈ പോലീസ് ഇത്തരത്തിൽ ആളുകളുടെ ഫോട്ടോ ചോദിച്ച് ഭയപ്പെടുത്തുന്നു എന്നുൾപ്പെടെ ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അവിടെ ആളുകൾ കടന്നു പോവുകയും ചെയ്യുന്നത്. പക്ഷേ പോലീസ് ആളുകളെ മുഴുവൻ കസ്റ്റഡിയിൽ എടുക്കും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. തിരിച്ചറിയുന്ന ഏതാണ്ട് 351 പേരാണ് പോലീസിന്റെ ലിസ്റ്റിലുള്ളത്. ഇവരെ മുഴുവൻ കണ്ടെത്താനുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. പക്ഷേ പലരും പുറത്താണ്, പലരും ഒളിവിൽ പോയതാണ് എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. പലരും ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് എത്താൻ തയ്യാറായിട്ടില്ല. ഏതായാലും പോലീസ് ഇപ്പോഴും അവിടെ ക്യാമ്പ് ചെയ്ത നടപടികൾ തുടരുകയാണ്. അതേസമയം ഈ മഞ്ചേരി സ്വദേശി കഴിഞ്ഞ ദിവസം പിടിയിലായിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു അവ്യക്തത തുടരുകയാണ്. എങ്ങനെയാണ് മഞ്ചേരി സ്വദേശി ഈ സമരത്തിൽ പങ്കെടുത്തത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് ഒരു വ്യക്തത നൽകേണ്ടതാണ്. അതിൽ ഒരു ഔദ്യോഗിക വിവരം പോലീസിന്റെ ഭാഗത്തു നിന്നും നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. പ്രത്യേകിച്ചും ഈ സമരസമിതി നേതാക്കൾ തന്നെ പറയുന്നുണ്ട്, അട്ടിമറി നടന്നു. അതായത് ഫ്രഷ് കട്ടിന്റെ ഭാഗത്തു നിന്നും ആളുകളെ ഇറക്കി അവിടെ സമരം പൊളിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. അതിന്റെ ഭാഗമായാണ് ഈ മഞ്ചേരി സ്വദേശി അവിടേക്ക് എത്തിയത്. ഇത്തരത്തിൽ നിരവധി ആളുകൾ ഈ സമരത്തിൽ പുറത്തുനിന്നും എത്തി ഈ സമരത്തെ പൊളിക്കാൻ ശ്രമിച്ചു എന്ന സമരസമിതി നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരാളെ പിടിയിലായിട്ടും പോലീസ് എങ്ങനെയാണ് ഇയാൾ പിടിയിലായത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത നൽകിയിട്ടില്ല. അപ്പോൾ ഈ കാര്യത്തിൽ കൂടെ ഒരു വിശദീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. ഏതായാലും പോലീസ് അവിടെ ക്യാമ്പ് ചെയ്ത നടപടികൾ തുടരുകയാണ്.